إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم إن سعيكم لشتى فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى സ്നേഹാദരണീയരായ വിശ്വാസികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ യുദ്ധത്തിൽ അടരാടിക്കൊണ്ട് മരണം കൈവരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹനി അല്ലഹു ഷഹാദ യാ റസൂലല്ലാഹ്. രക്തസാക്ഷിത്വം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി. മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, അഥവാ അള്ളാഹു ആണ് സത്യം. ഇന്ന ശംലത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അദ്ദേഹം ഒരു പുതപ്പെടുത്തു വെച്ചിട്ടുണ്ട്. ആ പുതപ്പിന്റെ പേരിൽ അലൈഹിനാറൻ അഖദഹ മിനൽ ഗനായിമി യൗമൽ ഖൈബർ. ഖൈബർ വേളയിൽ അദ്ദേഹം എടുത്തു വെച്ചിട്ടുള്ള ഒരു പുതപ്പുണ്ട് ഗനീമത്ത് സ്വത്തിൽ നിന്ന്. ആ പുതപ്പ് അവന്റെ മേൽ തീനാളങ്ങളായി ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റിലുമുണ്ടായിരുന്ന ആളുകൾ പിരിഞ്ഞുപോയി. എന്നിട്ട് ഒരാൾ ഒരു കൊള്ളിയുമായി വന്നു, മറ്റൊരാൾ 2 കൊള്ളിയുമായി വന്നു. ഇതൊക്കെ ഖൈബറിന്റെ ഗനീമത്ത് സ്വത്തിൽ നിന്ന് അത്ര നിസാരമായി അവർ കരുതാതെ അവരെടുത്തു കൊണ്ടുപോയ വകകളായിരുന്നു. അഥവാ അവരുടെ യാത്രയിൽ അവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നി നിസാരമെന്ന് കരുതി ഗനീമത്ത് വീതം വെക്കുന്നതിന് മുമ്പ് തന്നെ അവർ കൈവശപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളാണ്. അതൊക്കെ അവർ തിരിച്ചു കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശിറാക്കുൻ മിനന്നാർ ഔ ശിറാക്കാനി മിനന്നാർ. ഈ കൊണ്ടുവന്ന 1, 2 ഒക്കെ ആയ ചില്ലറ വസ്തുക്കൾ അതൊക്കെ നരകത്തിൽ നിന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗുണപാഠം, യുദ്ധത്തിൽ പോരാടുക അല്ലെങ്കിൽ അങ്ങനെ ഇസ്ലാമികമായ ഒരു ആവശ്യത്തിന് ജിഹാദിൽ ഏർപ്പെടുക, എന്നിട്ട് രക്തസാക്ഷിത്വം വഹിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് എത്താൻ, ഏറ്റവും ഉന്നതമായ ദറജയിലേക്ക് എത്താൻ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അങ്ങനെ കുടുംബവും വീടും എല്ലാം ഇട്ടെറിഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഹവും സമ്പത്തും ആരോഗ്യവും സമയവും എല്ലാം സമർപ്പിച്ച് ജിഹാദിന് പോയവർ, അവർ രക്തസാക്ഷിയായപ്പോഴും എടുത്തുവെച്ച നിസാരമായ ഒരു പുതപ്പിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അയാൾ നരകത്തിന്റെ അവകാശിയാണ്, നരകത്തിലാണ് എന്ന് പറഞ്ഞു എന്നത് നമ്മൾ വളരെ ഗുരുതരമായ ആലോചനകൾക്ക് നമ്മൾ വിധേയമാക്കേണ്ടതാണ്. മനുഷ്യരുടെ സഹജമായ സ്വഭാവമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ ഇത്തരം ഭൗതികമായ സ്വത്തുകളോട്, സമ്പത്തുകളോട് കഠിനമായി ഇഷ്ടമുള്ള ആളുകളായിരിക്കും, ആഗ്രഹിക്കുന്നവരായിരിക്കും. മനുഷ്യരങ്ങനെയായിരിക്കും. അത് മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ഉഹുദ് മലയോളം സ്വർണമുള്ള മനുഷ്യൻ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഇനി എവിടുന്ന് കിട്ടും എന്നാണ് ആലോചിക്കുക. അത് മനുഷ്യരുടെ സ്വഭാവമാണ്, മനുഷ്യരുടെ സഹജമായ സ്വഭാവമാണ്. അങ്ങനെ ഇരിക്കെ തന്നെ ഈ സമ്പത്ത് ഉപയോഗിക്കുന്ന വിഷയത്തിൽ ഉണ്ടായിരിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഉപജീവന മാർഗങ്ങളിൽ നിന്ന്, റിസ്ക്കിൽ നിന്ന് ഹലാലും തൊയ്യിബുമായത് മാത്രം ഭക്ഷിക്കണം എന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. നമുക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്ത ഒന്ന് നമ്മൾ ആസ്വദിച്ചു കൂടാൻ പാടില്ല, എടുക്കാൻ പാടില്ല, സമ്പാദിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഗൗരവമാണ്. നോക്കൂ, ഗനീമത്ത് സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ് അത് പൊതുസ്വത്താണ്. പൊതുസ്വത്തിൽ നിന്ന് ഒരാൾക്ക് വിഹിതമായി രേഖപ്പെടുത്തിയ നിയമത്തിലൂടെ അയാൾക്ക് വിഹിതമായി നൽകപ്പെടുന്നത് വരെ അയാളെ സംബന്ധിച്ചിടത്തോളം അത് എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും അത് തൊട്ടുകൂടാൻ പാടില്ലാത്തതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും അതത്ര പ്രശ്നമാക്കാനുള്ളതാണോ, സമൂഹത്തിൽ നടമാടുന്നത് തന്നെയല്ലേ, ഇത് ഇങ്ങനെ തന്നെയല്ലേ ആളുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന ന്യായാന്യായങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. മറിച്ച് എനിക്ക് അർഹതപ്പെട്ടതാണോ, എവിടെ, ഈ ഭൂമിയിൽ മാത്രമല്ല പരലോകത്തും ഇതെനിക്ക് വിഹിതമായതാണോ, എനിക്ക് അനുഭവിക്കാൻ അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണോ എന്ന ചോദ്യത്തിന്റെ പുറത്ത് മാത്രമായിരിക്കണം സമ്പത്ത് സമ്പാദിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 4 കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകപ്പെടാതെ മനുഷ്യർക്ക് പരലോകത്തൊരു കാലടി മുന്നോട്ട് വെക്കുക സാധ്യമല്ല. അതിൽ സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യങ്ങളാണ്. ഇത് എവിടെ നിന്നാണ് സമ്പാദിച്ചത്, അതുപോലെ തന്നെ എവിടെയാണ് ചിലവഴിച്ചത്. രണ്ടിനും തൃപ്തികരമായ മറുപടി നൽകാൻ സാധിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് കാര്യങ്ങൾ പ്രശ്നമായിരിക്കുമെന്നാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ദുനിയാവിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, ദുനിയാവിൽ എനിക്കത് ന്യായീകരിക്കാൻ പറ്റുന്നുണ്ടോ, ആരും അറിഞ്ഞിട്ടില്ലാതെ എൻ്റെ കയ്യിൽ എത്തിയിട്ടുള്ള സ്വത്ത്, അതിപ്പോ ഇനി പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ലാതെയായി തീരുമെന്നൊക്കെ നമുക്ക് തോന്നുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിനെക്കുറിച്ച് കൃത്യമായൊരു ചോദ്യം, അത് എത്ര ചെറുതാണെങ്കിലും നിസ്സാരമാണെങ്കിലും അള്ളാഹുവിനോട് ബോധ്യപ്പെടുത്തിയിട്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. അതുകൊണ്ട് വിശ്വാസികളായ സഹോദരങ്ങളെ, നമുക്ക് വിഹിതമല്ലാത്ത, നമുക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്ത ഒന്ന് നമ്മൾ സമ്പാദിക്കാൻ പാടില്ല. അത് ഏതർത്ഥത്തിലും നമ്മൾ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. എന്താണ് ദീനിൽ അനുവദിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് ദീനിൽ നിഷിദ്ധം എന്നത് വിവരിക്കപ്പെട്ട കാര്യമാണ്. അത് ബയ്യിനാണ്. ഇവിടെ എല്ലാവർക്കും വ്യക്തമാവുന്ന വിധത്തിൽ പ്രമാണങ്ങൾ അത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. എന്നാൽ ഒരു പ്രശ്നം, അതിനിടയിൽ ചില കാര്യങ്ങളുണ്ട്. ഇത് ഹറാമാണോ ഹലാലാണോ എന്ന് വ്യക്തതയില്ലാത്ത കാര്യങ്ങളുണ്ട്. ഹലാൽ എന്താണ്, ഹറാം എന്താണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ അത് അള്ളാഹുവിന്റെ ഹിക്മത്താണ്, അവൻ അങ്ങനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ രൂപത്തിൽ ഹലാലാണോ ഹറാമാണോ എന്ന് പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റും. എന്നാൽ സാധാരണക്കാരായ ആളുകൾക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ കൂടിക്കലർന്ന് നിൽക്കുന്ന, സാദൃശ്യപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ അള്ളാഹു അങ്ങനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതിനോട് നമ്മുടെ നിലപാട് എന്തായിരിക്കണം എന്ന് കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചു. വമൻ ഇത്തഖ ശുബ്ഹാത്ത് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി. ആരെങ്കിലും ആ ശുബ്ഹാത്തുകളിൽ നിന്ന് സൂക്ഷ്മതയോടുകൂടെ അകലം പാലിച്ചാൽ അവൻ അവന്റെ അഭിമാനത്തെയും അവൻ അവന്റെ മതത്തെയും സംരക്ഷിച്ചു. വമൻ വഖഅ ഫി ശുബ്ഹാത്തി വഖഅ ഫിൽ ഹറാം. ആ ശുബ്ഹാത്തുകൾ അതിപ്പോ അങ്ങനെ ആയിക്കോട്ടെ, അത് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് അനുഭവിക്കാതിരിക്കുന്നത് എന്ത് എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ ശുബ്ഹാത്തായി നിൽക്കുന്ന, വ്യക്തതയില്ലാതിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപഴകുന്നവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ഹറാമിലാണ് ചെന്ന് വധിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ലികുല്ലി മലിക്കിൻ ഹീമ. എല്ലാ രാജാവിനും അവർ വരക്കുന്ന ചില അതിർവരമ്പുകൾ ഉണ്ടാകും. ഒരു എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അതിർവരമ്പുകൾ ഉണ്ടാകും. അതിനോട് അടുക്കാതിരിക്കണം വേണ്ടത്. നമുക്ക് ആ അറ്റം വരെ പോകാം, ഏറ്റവും അറ്റം വരെ പോകാം, അത് അനുവദനീയായിരിക്കും. പക്ഷെ അറ്റത്ത് പോയാൽ, കാലൊന്ന് തെന്നിയാൽ, ഒരശ്രദ്ധ വന്നാൽ ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് നമ്മൾ വീണു പോകേണ്ടി വരും. അതുപോലെയാണ് ശുബ്ഹാത്തുകളോട് നമുക്ക് ഉണ്ടാകേണ്ട ഒരു നിലപാട്. അതിൽ ഏത് അറ്റം വരെ ദീൻ അനുവദിക്കുന്ന അറ്റം വരെ പോകണമെന്ന് നിർബന്ധമല്ല. പോയാൽ ചിലപ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സമീപിക്കുമ്പോൾ ഇത് അനുവദനീയമായിരിക്കും.
പക്ഷെ കുറെയൊക്കെ അവിടെ നിൽക്കുന്നത്, കുറെയൊക്കെ ആ സമ്പത്ത് പിന്നെ അനുഭവിക്കുന്നത്, കുറെയൊക്കെ ആ കാര്യത്തിൽ ഇടപെട്ട് ക്രയവിക്രയം നടത്തി പോയാൽ പിന്നെ എത്തുന്നത് ഹറാമിലേക്കാണെങ്കിൽ ഒരു സൂക്ഷ്മത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എല്ലാ ഇറച്ചിയും ഹറാമിലൂടെ ഉണ്ടാകുന്ന, ഹറാമിലൂടെ ഊട്ടപ്പെട്ടതായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള മനുഷ്യന്റെ ശരീരത്തിലെ ഭാഗവും അന്നാറു ഔലാ ബിഹി എന്നാണ്. അതിനോട് ഏറ്റവും അർഹതപ്പെട്ട് നിൽക്കുന്നത് നരകമായിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു ചില്ലറ കാര്യമായി നിസ്സാര കാര്യമായി സമ്പത്തിനെ ഉപയോഗിക്കുന്നിടത്ത്, അത് പിടിച്ചെടുക്കുന്നിടത്ത്, സമ്പാദിക്കുന്നിടത്ത് നമ്മൾ കാണാൻ പാടില്ല. നമുക്ക് ചിലപ്പോ വലിയ ബുദ്ധിമുട്ടിന്റെ അവസ്ഥകൾ ഉണ്ടാകാം. എപ്പോഴും സമ്പത്തുമായി ബന്ധപ്പെട്ട്, ഭൗതികമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് തത്വങ്ങൾ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഈ സമ്പത്ത് എന്ന് ദുനിയാവിലെ എല്ലാ വിഭവങ്ങളും എന്ന് പറയുന്നത് അത് ലഅബും ലഹുവും അതുപോലെ തന്നെ തഫാഖുറും ഒക്കെയാണ് എന്നാണ് ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തിയത്. എല്ലാ വിധത്തിലുമുള്ള ഭൗതിക സമ്പത്തും അത് കളിചിരി തമാശകൾ മാത്രമാണ്, അത് ലഹുവാണ്, അതുപോലെ തന്നെ തഫാഖുറാണ്, പരസ്പരം പെരുമ നടിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഭൗതികമായ എല്ലാ സമ്പത്തും. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഇവിടെ മുസ്തഖ്ലിഫുകളാണ്. ഇപ്പോൾ ഈ സമ്പത്ത് നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ തന്നെയും, എന്നാണെങ്കിൽ പോലും അടുത്ത നിമിഷം പോലും ആ സമ്പത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ടവരാണ് നമ്മൾ. ഇപ്പൊ ഞാൻ ചെലവഴിക്കുന്നത് ഞാനാണ്, കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്, ഇത് എന്റേതല്ലായതായി തീരാൻ ഒരു നിമിഷം പോലും വേണ്ടതില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ആളുകളെ പറ്റിച്ചോ, ആളുകളെ വഞ്ചിച്ചോ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് വില പറഞ്ഞോ സമ്പാദിക്കുന്ന ഒരു പണം, ഒരു രൂപ, ഒരു പൈസ അത് നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇനി നമ്മുടേതായി പിടിച്ചു വെച്ചിരിക്കുന്ന ഈ സമ്പത്തോ അത് കാലാകാലം നമ്മുടേതാകുമ്പോൾ ഇല്ല, നമ്മളെ മരണത്തോടു കൂടെ പിന്നെ അത് നമ്മുടേതല്ലാതായി തീരുന്ന സ്വത്താണ്. അവിടെയും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളായി അനീതിയായി അല്ലെങ്കിൽ അവിഹിതമായി നമ്മൾ സമ്പാദിച്ചെടുത്തൊരു സമ്പത്താണെങ്കിൽ അത് ഇവിടെ വിട്ടേച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്വം നമുക്ക് തന്നെ പാരത്രികമായി ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, അന്യായവും അവിഹിതവുമായ ഒന്നും നമ്മൾ കഴിക്കുന്നില്ല, ആസ്വദിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ, ഹലാലും തൊയ്യബുമായതല്ലാത്ത ഒന്നും എന്റെ സമ്പത്തിൽ കൗടിക്കലരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ഹലാലാകാൻ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ദീന് പഠിപ്പിക്കണം അത് ഹലാലാണ് എന്ന്. അവിടെ നമ്മൾ കുറെ കൂടുതൽ ജാഗ്രത ആ വിഷയത്തിൽ നമ്മൾ കാണിക്കണം. ചിലപ്പോൾ നമുക്ക് നമ്മുടെ യുക്തി കൊണ്ട് ആലോചിച്ചാൽ അത് പ്രശ്നമില്ല, അതൊക്കെ നാട്ടുനടപ്പാണ്, അതൊക്കെ അനുവദനീയാണ്, അത് പിന്നെ എനിക്ക് അവകാശപ്പെട്ടത് തന്നെയല്ലേ എന്നൊക്കെ നമുക്ക് നമ്മുടെ ഒരു സാഹചര്യത്തിന്റെ പ്രയാസം കൊണ്ടും നമ്മുടെ യുക്തി കൊണ്ടും ഒക്കെ തോന്നാം. പക്ഷേ ദീൻ അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നമുക്കൊരു യുക്തി ഉപയോഗിക്കാനില്ല. അതുകൊണ്ട് ഏതാണ് പണം ഹലാലാവുക എന്ന് ചോദിച്ചാൽ ദീൻ എനിക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടോ എന്നതാണ് ഒരു വിശ്വാസിയുടെ മാനദണ്ഡം. അതുകൊണ്ട് ഒന്നാമത്തെ ഒരു കാര്യം അതാണ്. രണ്ടാമത്തേത്, ഇനി ഹലാലായ മാർഗത്തിൽ തന്നെ നമ്മൾ സമ്പാദിച്ചതാണെങ്കിലും ആ റിസ്ക് നമുക്ക് ഹലാലായി നിലനിന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ കൃത്യമായി കണക്ക് കൂട്ടി കൊടുത്തിരിക്കണം. അപ്പൊ ഞാൻ അന്യായമായതല്ലാതെ അല്ലെങ്കിൽ മതം അനുവദിക്കുന്ന ധാർമ്മികമായി എനിക്ക് അനുവദിക്കപ്പെട്ട മാർഗത്തിലൂടെ തന്നെ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ എന്റെ സമ്പത്ത് എനിക്കും എന്റെ കുടുംബത്തിനും ഹലാലായി മാറണമെങ്കിൽ അള്ളാഹു അതിന് നിശ്ചയിച്ചിട്ടുള്ള ബാധ്യതകൾ അതിൽ നിന്ന് കണക്ക് കൂട്ടി കൊടുത്തേ മതിയാവുകയുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് സക്കാത്താണ്. സക്കാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട ബാധ്യതയാണ്. ആ സക്കാത്ത് കൃത്യമായി കണക്കൂട്ടി കൊടുക്കുകയൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ മാത്രമാണ് മിച്ചമുള്ള സമ്പത്ത് നമുക്ക് ഹലാലായി മാറുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ബോധ്യം, നമുക്ക് വരുന്ന സാമ്പത്തികമായി നമുക്ക് വരുന്ന വരുമാന മാർഗങ്ങളിൽ നിന്ന് ദീന് സക്കാത്ത് എങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഓരോ വ്യക്തികൾക്കും നിർബന്ധമായും അറിയണം. ഞാൻ ശമ്പളക്കാരനാണ് എങ്കിൽ ശമ്പളത്തിന്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്? ഞാനൊരു കച്ചവടക്കാരനാണ് എങ്കിൽ എങ്ങനെയാണ് എന്റെ വരുമാന മാർഗത്തിൽ നിന്ന് സക്കാത്ത് കണക്ക് കൂട്ടേണ്ടത്? എനിക്ക് കൃഷിയാണ് അല്ലെങ്കിൽ എനിക്ക് വാടകയുടെ സമ്പത്താണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് കുടുംബപരമായ സ്വത്താണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് മുഖേനയും എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ക്രയവിക്രയങ്ങൾക്കകത്ത് അള്ളാഹു നിശ്ചയിച്ച അവകാശം കൊടുക്കാൻ അതെങ്ങനെ കണക്ക് കൂട്ടണം എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. ഒരു കച്ചവടത്തിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കച്ചവടത്തിന്റെ ലാഭനഷ്ട കണക്കുകളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയാണ് അതിലേക്ക് നമ്മൾ ഇടപെടുക. എന്നാൽ അതിൽ നിന്ന് അള്ളാഹുവിന് കൊടുക്കേണ്ട ബാധ്യതകൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും എവിടെയോ കൊടുക്കാതെ നിൽക്കുന്ന 5-10 രൂപയുടെ പേരിൽ നമ്മൾ കൈയടക്കി വെച്ചുള്ള നമ്മുടെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും
അത് ഹറാമാണ്, നരകത്തിന് ഏറ്റവും അവകാശപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെടുത്തേക്ക് അത് പോകും. അത് കാര്യം അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗുരുതരമായ വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിലെ ക്രയവിക്രയങ്ങളിലെ ദീനിന്റെ നിർദ്ദേശങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു മനസ്സിലാക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം മദീനത്ത് കച്ചവടം തുടങ്ങാൻ വരുന്ന ആളുകളോട് ചോദിക്കുമായിരുന്നു എന്നാണ്, കച്ചവടത്തിന്റെ മതപരമായ വിധിവിലക്കുകളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാതെ ആ കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ സമ്മതിക്കാറില്ലായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ നിശ്ചയിച്ചിരുന്നു എന്നാണ്, ഖലീഫ എന്ന നിലയ്ക്ക്. അപ്പൊ അവിടെ കച്ചവടം ചെയ്യാൻ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഈ വസ്തു കച്ചവടം ചെയ്യാൻ പറ്റുമോ, ഈ കാര്യം കച്ചവടം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ പലിശയെക്കുറിച്ച് നമുക്കറിയാം, ഇസ്ലാം വളരെ ഗുരുതരമായ തിന്മയായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് പലിശയുമായുള്ള ഇടപാടുകൾ എന്ന് പറയുന്നത്. ആ പലിശയുമായുള്ള ഇടപാടുകളിൽ സത്യത്തിൽ പലിശക്ക് കൊടുക്കുകയോ പലിശക്ക് പണം കടം വാങ്ങുകയോ ചെയ്യുന്നവർ മാത്രമല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കുറ്റക്കാരായി നിൽക്കുക, മറിച്ച് ആ ഇടപാടുകൾക്ക് സാക്ഷിയായി നിൽക്കുന്നവർ പോലും കുറ്റക്കാരാണ്. എന്താണ് അവർ ചെയ്യുന്ന? അവർക്ക് ലാഭമൊന്നുമില്ല. അപ്പൊ പണം കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം, പലിശക്ക് കടം കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം കിട്ടാനിരിക്കുന്ന പലിശയുടെ ലാഭം അവനുണ്ട് ഭൗതികമായി. ഇനി അത് വാങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തിപ്പിടിക്കാൻ അത് അവൻ അനുകൂലമായി കിട്ടുന്നുണ്ട്. സാക്ഷി നിൽക്കുന്നവനോ പലപ്പോഴും ഇതിലൊന്നുമില്ല. പക്ഷെ അവിടെ പോലും പ്രശ്നമാണ്, അവൻ പോലും കുറ്റക്കാരനാണ് എന്ന് ദീന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രയവിക്രയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിൽ, അത് നമ്മൾ വിൽക്കുന്നവരായാലും വാങ്ങുന്നവരായാലും, നമ്മൾ ചെയ്യുന്ന ക്രയവിക്രയങ്ങളിൽ പലിശയുടെ ഇടപാടുകൾ കടന്നു വരുന്നുണ്ടോ എന്നതിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി മാത്രം അത്തരം കാര്യങ്ങളുമായി ഇടപെടുക എന്നത് നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിച്ച് നിർത്താൻ നമ്മൾ തന്നെ ചെയ്യേണ്ട മാർഗമാണ്. സഹോദരങ്ങളെ, സമ്പത്ത് ചെലവഴിക്കാനുള്ളതാണ്, പിടിച്ചു വെക്കാനുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 മലക്കുകൾ ആകാശത്ത് നിന്ന് എല്ലാ ദിവസവും ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുംഫികൻ ഖലഫ. സമ്പത്ത് ചെലവഴിക്കുന്നവർക്ക് റബ്ബേ ആ സമ്പത്തിന് നീ അടുത്ത അതിന് തുടർന്നു വരുന്ന കാര്യങ്ങൾ നൽകണേ, അഥവാ ചെലവഴിച്ചു പോകുന്ന സമ്പത്തിന് അടുത്തത് നൽകണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ എന്ന് മറ്റൊരു മലക്ക് പ്രാർത്ഥിക്കും എന്നാണ്. എന്താണ്? സമ്പത്ത് പിടിച്ചു വെക്കുന്നവർ, അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ അത് പിടിച്ചു വെക്കുന്നവർ. അങ്ങനെ പിടിച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ സമ്പത്തിന് നഷ്ടം സംഭവിക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്തിന് എപ്പോഴും വില ഉണ്ടാകുക എപ്പോഴാണ്? അത് സമൂഹത്തിൽ ഇറങ്ങി അത് ക്രയവിക്രയം നടത്തപ്പെടുമ്പോഴാണ്. നമ്മൾ തന്നെ അത് സൂക്ഷിച്ചു വെക്കുമ്പോൾ ആ സമ്പത്തിന് പണത്തിന് മൂല്യമില്ല. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം കണ്ട് എന്തെങ്കിലും പണം സ്വരൂപിക്കരുത് എന്നല്ല, മറിച്ച് അവകാശപ്പെട്ടെടുത്ത് അഥവാ ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കാൻ പാടില്ല. അത് മതപരമായും ഭൗതികപരമായ കാര്യങ്ങളായാണ്. മതപരമായി നമ്മൾ ചെലവഴിക്കേണ്ടത് സക്കാത്ത്, അത് നിർബന്ധിതമായ ബാധ്യതയാണെങ്കിൽ സ്വതക്ക നമ്മൾ ഓരോരുത്തരും നമ്മുടെ പരലോകത്തിന് വേണ്ടി ഉണ്ടാക്കി വെക്കേണ്ടത് നമ്മുടെ അസറ്റാണ്. അതിനുവേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ ആ പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നിർബന്ധമായും ചിലവിന് കൊടുക്കേണ്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, ഇങ്ങനെ തുടങ്ങി നമ്മൾ നിർബന്ധമായും ചെലവിന് കൊടുക്കേണ്ടവർ, അവരുടെ ആവശ്യങ്ങൾക്ക് ആ പണം ചെലവഴിക്കാതെ പിടിച്ചു വെച്ചാലും മലക്കുകളുടെ ഈ പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് അത് വരും എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്ത് പിടിച്ചു വെക്കുകയല്ല വേണ്ടത്, മറിച്ച് അത് ആവശ്യക്കാരിലേക്ക് എത്തുന്ന രൂപത്തിൽ പെരുമാറുകയാണ് വേണ്ടത്. അപ്പോഴാണ് അതിന് മൂല്യമുണ്ടാകുന്നതോടൊപ്പം അതിന് നമുക്കും തന്നെ ബറക്കത്തുണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ രൂപത്തിൽ സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സനിയം ബിത്തഖ്വല്ലാഹ്. സാമ്പത്തികമായി നമ്മൾ അനുഭവിക്കുന്നത്, സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും മതപരമായ ന്യായങ്ങൾക്കും അധ്യാപനങ്ങൾക്കും അനുസരിച്ചാകണം എന്നതാണ് സൂചിപ്പിച്ചത്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ കടം വിടാൻ അള്ളാഹു അവനെ സഹായിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക് എന്നാണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ നന്നായി ഉൾക്കൊള്ളുകയും കൂടെ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്. നമുക്ക് ദുനിയാവിൽ ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടാകും, ആഗ്രഹങ്ങളുണ്ടാകും. നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന ആളുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തണമെന്ന് ചിന്തിക്കാത്ത മനുഷ്യരാരുമില്ല.
സമ്പത്തിന് ആവശ്യമില്ലാത്ത മനുഷ്യരാരാണുള്ളത്? കുറേ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ആഗ്രഹങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ധാർമ്മിക വശം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലാഹുമ്മ ക്ഫിനി ബി ഹലാലിക അൻ ഹറാമിക, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി പോകാൻ നീ ഹലാലാക്കിയ മാർഗത്തിലൂടെ മാത്രം എനിക്ക് സാധിക്കണമേ എന്നതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ക്ഫിനി, നീ എനിക്ക് മതിയാക്കി തരണം, ബി ഹലാലിക അൻ ഹറാമിക, എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ. അത് ആവശ്യങ്ങളായാലും അത്യാവശ്യങ്ങളായാലും ആ കാര്യങ്ങൾ നിറവേറ്റാൻ അള്ളാഹുവെ നീ ഹലാലാക്കിയ മാർഗങ്ങളെ കൊണ്ട് മാത്രം സാധിക്കണേ എന്നാണ് ആ പ്രാർത്ഥന. വഗ്നിനി ബിഫളിക അമ്മൻ സിവാക്, എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എന്റെ സൃഷ്ടാവായ എന്റെ ഉടമയായ റബ്ബെ, നിന്നോട് ചോദിക്കുന്നതിന് പകരം മറ്റുള്ളവരിലേക്ക് പോയി എന്റെ അഭിമാനത്തെ പണയം വെച്ചുകൊണ്ട് അവരുടെ ഔദാര്യത്തിന് കാത്തു നിൽക്കുന്നതിന് പകരം നിന്റെ ഔദാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നതിന് എനിക്ക് നീ ഒരു ഐശ്വര്യത്തെ നൽകണേ എന്നാണ് പ്രാർത്ഥന. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന്, കടത്തിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ, കടം വീടാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കടത്തെക്കുറിച്ച് ഉപമിച്ചത് നമുക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത അത്ര വലിയ വലിയ ഭൗതിക കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച്, അത്രയധികം കടം നിങ്ങൾക്കുണ്ടെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹു അത് വീടിത്തരുമെന്നാണ്. അപ്പൊ അത് ഒരു വിശ്വാസപരമായ കാര്യത്തെ നമ്മൾ മുറുകെ പിടിക്കണം എന്നതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പ്രാർത്ഥന നമുക്ക് പകർന്നു നൽകുന്ന ഒരാശയമുണ്ട്. ജീവിതത്തിൽ എന്ത് സാഹചര്യം നേരിടേണ്ടി വന്നാലും അള്ളാഹു ഹറാമാക്കിയ ഒരു മാർഗത്തിലേക്ക് പോകാതിരിക്കാം. അത് പലിശയുമായി ബന്ധപ്പെടാതെ, ആരെയും വഞ്ചിക്കാതെ, ഇങ്ങനെ ഹറാമായ കാര്യങ്ങളുമായി ബന്ധപ്പെടാതെ എന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹു ഹലാലാക്കിയ മാർഗത്തിലൂടെ തന്നെ കഴിഞ്ഞു പോകണം എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. രണ്ടാമത്തേത്, ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഫതഹ ബാബ മസ്അലത്തിൻ, ആരെങ്കിലും മറ്റുള്ളവരോട് ചോദിക്കുക എന്ന വാതിൽ തുറന്നാൽ അള്ളാഹു അവന്റെ മുന്നിൽ ദാരിദ്ര്യത്തിന്റെ വാതിലും തുറക്കുമെന്നാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മൾ അവലംബിക്കുക, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തു തുടങ്ങാൻ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ട് നമ്മൾ ഇറങ്ങാൻ പാടില്ല. അവർ സഹായിക്കും, ഇവരോട് നമുക്ക് ചോദിക്കാം. അങ്ങനെ ആകരുത് മനുഷ്യരുടെ ആദ്യത്തോ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ ഒരു ഓപ്ഷൻ. അതിനർത്ഥം മനുഷ്യരായ ആളുകൾ തമ്മിൽ സഹായങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നുമല്ല. ആ ഒരു മനോഗതി ഉണ്ടല്ലോ, ആളുകളോട് ചോദിക്കുക എന്ന മനോഗതി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ, ആ ആരംഭിക്കുന്നതോടുകൂടെ അതിൽ ലജ്ജ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഒരു നിലക്കും സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. അത് നമ്മുടെ കുടുംബത്തെയും അഭിമാനത്തിന് അറം പറ്റുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടിയും വരും. അതുകൊണ്ട് ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു തോക്കത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. ആ മനോഗതി ഉണ്ടാകാൻ പാടില്ല. ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് അവരോടൊക്കെ സംഘടിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ധരിച്ചാൽ അത് നമ്മൾ വല്ലാത്ത നഷ്ടത്തിലേക്ക് ദുന്യവിയായും ഉഖ്റവിയായും തള്ളിവിടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അവൻ പഠിപ്പിച്ച രൂപത്തിൽ, അവൻ ആജ്ഞാപിച്ച രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ, സാമ്പത്തികമായും ആ ശുദ്ധത പുലർത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള പാപങ്ങൾ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാ നിലക്കുമുള്ള ഫിത്നകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. മസീഹുദ്ദജ്ജാലിന്റെ വമ്പിച്ച ഫിത്നയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, നല്ല നല്ല ആഗ്രഹങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്വാലിഹായ മാർഗത്തിൽ, ഹലാലായ മാർഗത്തിൽ പൂർത്തീകരിക്കാനുള്ള ഒരു തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വലിവാലിദൈനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഅഅ്മാലനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുജ്രിമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.